സോ നമ്മൾ ഇന്ന് ബജാജിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 50 ക്വാണ്ടിറ്റി നമ്മൾ ഷോർട്ട് ചെയ്തു. ചെറിയൊരു സ്റ്റോപ്പ് ലോസിലാണ് എൻട്രി എടുത്തത്. എൻട്രി എടുത്ത ലെവല് ഇന്നത്തെ ടോപ്പിലാണ് പോയി സെല് ചെയ്തത്. 68ലാണ് എൻട്രി. 7368 ഞാൻ എൻട്രി എടുത്തതിന് ശേഷം നല്ലൊരു ഫോളോ വരുന്നുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് 18 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 7368.15ലാണ്. 7368.15. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി 1:1 മേലെയായി. നമുക്കിപ്പം പ്രോഫിറ്റ് റൺ ചെയ്യുന്നത് 1200-300 രൂപയ്ക്ക് അടുപ്പിച്ചാണ്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടായാൽ 1000 രൂപയ്ക്ക് താഴെ മാത്രമേ എനിക്ക് ലോസ് വരത്തുള്ളൂ. മാക്സിമം നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ 7340 ബ്രേക്ക് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രീൽ ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി 1:1 മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ പെട്ടെന്ന് തന്നെ 40 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 ബ്രേക്ക് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനുള്ള ടൈമായി. ഓക്കെ, നമുക്കിപ്പം 17 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് ഇന്നത്തെ ഡേ ഹൈയിൽ വയ്ക്കാം. ജസ്റ്റ് 12 പോയിൻറ്റ്സ്. 7381 മേലെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. മോഡിഫൈ ചെയ്യാം. 7381. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് എനിക്ക് ഇട്ടായാൽ ജസ്റ്റ് 600-700 റുപ്പീസ് മാത്രമേ ലോസ് വരത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി എനിക്ക് 1400 മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ട്രേഡ് എന്തുകൊണ്ടാണ് ഞാൻ എടുത്തതെന്നും എന്തുകൊണ്ടാണ് എക്സിറ്റ് ചെയ്തതെന്നും ഒക്കെ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ട്രേഡ് റൺ ചെയ്യിപ്പിക്കാം നമുക്ക് മാക്സിമം. സോ ഇപ്പോൾ 2000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇന്നത്തെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ഒക്കെ നോക്കുവാണെങ്കിൽ രാവിലെ നല്ല ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ ടോപ്പിലാണ് പോയി സെല് ചെയ്തത്. കറക്റ്റ് ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. 15 മിനിറ്റ് സെക്കൻഡ് ക്യാൻഡിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് സെല് ചെയ്തത്. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസിലാണ് നമ്മൾ എൻ്റെ എടുത്തത്. 15-16 പോയിൻറ്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഓൾറെഡി 1:4 അടുപ്പിച്ച് റണ്ണിങ് ആയിരുന്നു. ഇപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു എൻട്രി ആയിരുന്നു. എക്സിറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഓൾറെഡി 2000 മേലെ പ്രോഫിറ്റ് വന്നതാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ജസ്റ്റ് ഒരു 650-700 റുപ്പീസ് മാത്രമേ ലോസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റീസൺ നമ്പർ 1 എന്ന് പറയുന്നത്, ഓക്കെ, കഴിഞ്ഞ വീക്കിലെല്ലാം ഞാൻ കാണിച്ച സെയിം പാറ്റേൺ ആണ്. റൈസിങ് ചാനൽ അല്ലെങ്കിൽ റൈസിങ് വെഡ്ജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വെഡ്ജ് അല്ല, റൈസിങ് ചാനലാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വന്നാൽ ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത സാധനമാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ വന്നാൽ ഏറ്റവും കൂടുതൽ ചാൻസ് താഴോട്ടൊരു ഫോൾ വരാനാണ്. സോ അതാണ് റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് 50 മിനിറ്റ് ടൈം ഫ്രെയിം പോവാം. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു മൾട്ടിപ്പിൾ റിജക്ഷൻ കാണാം. ഓക്കെ, ഫസ്റ്റ് ട്രൈ, സെക്കൻഡ് അറ്റംപ്റ്റ്, തേർഡ് അറ്റംപ്റ്റ്. എപ്പോഴൊക്കെ ആ ഒരു റീജിയനിൽ എത്തുന്നുണ്ടോ അവിടെയൊക്കെ ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുന്നത്. നല്ലൊരു ഫോളാണ് അതിന് കഴിഞ്ഞിട്ട് വരുന്നത്. സോ ഇന്ന് ആ ഒരു ഏരിയ എത്തി. അപ്പോൾ ഒരു റിജക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചു. അത് റീസൺ നമ്പർ 2. റീസൺ നമ്പർ 3 എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ ഒരു എൻട്രി ആണ്. എൻട്രി ഞാൻ എടുത്തത് ഇവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാം. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ എൻട്രി എടുത്തത്. ജസ്റ്റ് ഒരു ചാനൽ, ഒരു വെഡ്ജ് പാറ്റേൺ ആണ്, റൈസിങ് വെഡ്ജാണിത്. ബ്ലൂ ആക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു റൈസിങ് വെഡ്ജിലെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിലാണ് കയറിയത്. 13 പോയിൻറ്റ്സ് മാത്രമേ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. പിന്നെ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഫോൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. സോ തിരിച്ചു പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും എനിക്ക് വലിയ ലോസ് വരാനില്ല. എൻ്റെ എൻട്രി കറക്റ്റായിരുന്നു. സോ ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക മാത്രമാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ടൈം ഇപ്പോൾ 12 മണിയായി. നമ്മൾ 3000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് എത്തിയതാണ്. നല്ല ഫോൾ വരുന്നുണ്ട്. സോ ഒരു പുൾ ബാക്ക് വരുന്നു. എന്തായാലും 3000 മേലെ പ്രോഫിറ്റായി. നമുക്കിനിയിപ്പോൾ എന്തായാലും ഇത്രയും വലിയ റിസ്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. ഇത്രയും വലുതല്ല, 13 രൂപ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി 1:5 അടുപ്പിച്ച് റിസ്ക് റിവാർഡ് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ബ്രേക്ക് ഈവൻ ആക്കാം. അപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. 7368 ആണ് എൻ്റെ എൻട്രി. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ട്
എൻട്രി തന്നെ വയ്ക്കാം. 7368 തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ ട്രേഡ് നമുക്ക് തിരിച്ച് വന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും ലോസ് ഒന്നും വരാനില്ല. നമുക്ക് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ തിരിച്ച് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും ജസ്റ്റ് നമുക്ക് പ്രോഫിറ്റും ലോസും ഇല്ലാതെ എക്സിറ്റ് ആവാൻ പറ്റും. സോ ലെറ്റ്സ് സീ, നമുക്ക് മാക്സിമം വെയിറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ട്രേഡിംഗ് അവസാനിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടായി. ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. നമ്മൾ എൻട്രി എടുത്തത് 6.8 ആണ്, 7368 ആയിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നതാണ്, 3000 രൂപയ്ക്ക് മേലെ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എനിക്ക് തോന്നുന്നു 13 പോയിൻറ്റ്സ് ആയിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും 1:5 അടുപ്പിച്ച് നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയതാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. സോ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഞാനിവിടെ കണ്ടു. കാര്യം ഇവിടെ ഒരു ചാനൽ പാറ്റേൺ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ ഈ ചാനൽ പാറ്റേൺ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്തത്. സോ എൻട്രി ഒക്കെ പക്കയായിരുന്നു. പക്ഷേ നമ്മൾ ഒരു 1:5 ഒക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് എൻ്റെ എൻട്രി തന്നെ വെച്ചു. അത് ഹിറ്റായപ്പോൾ നമുക്ക് 110 രൂപ ലോസ് വന്നു. ഓക്കെ, ജസ്റ്റ് 110 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എക്സിറ്റ് ആവാമായിരുന്നു, പക്ഷേ ഞാൻ എക്സിറ്റ് ആയില്ല. ഈ മാസത്തെ ആദ്യത്തെ ലോസാണ്. എക്സിറ്റ് ആവാത്തതിൻ്റെ കാരണം ഒരു ഫോൾ ഞാൻ പ്രതീക്ഷിച്ചു. ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ഫോൾ കിട്ടിയാണ്. ഞാൻ 150 പോയിൻ്റാണ് ടാർഗറ്റ് വെച്ചത്. അറൗണ്ട് 7500 റുപ്പീസോളം എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാണ്. ജസ്റ്റ് ഒരു 600 രൂപ റിസ്കിൽ 7000 പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. 1:10 അറ്റ്ലീസ്റ്റ് 1:10 മേലെന്നുണ്ടെങ്കിൽ, അതായത് 150 പോയിൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ 1:10 എനിക്ക് അടുപ്പിച്ച് കിട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ 151 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 11.64 1:11.64 റിസ്ക് റിവാർഡ് കിട്ടിയാണ്. സോ അതിനാണ് ഞാൻ എയിം ചെയ്തത്, കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഈ മാസത്തെ ആദ്യത്തെ ലോസ് ആണ്. ജസ്റ്റ് 110 റുപ്പീസ് മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ. സോ നമുക്ക് ഈ മാസം കിട്ടിയ പ്രോഫിറ്റ് എല്ലാം നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1500 എങ്കിലും കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ലോസ് വരാൻ നേരത്ത് അതിൻ്റെ 10 മാത്രമേ ലോസ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ മാസവും ഇതുപോലെ ആയിരുന്നു. ലോസ് വരാൻ നേരത്ത് വളരെ ചെറിയ ലോസും, പ്രോഫിറ്റ് കിട്ടാൻ നേരത്ത് മാക്സിമം നമ്മൾ റൺ ചെയ്യിപ്പിക്കും. 4000 3000 ഒക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ പ്രോഫിറ്റബിൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. സോ ഈ ഒരു സിസ്റ്റം ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തിന് മേലെ, 3 മാസമായി കാണും. അപ്പോൾ എനിക്ക് 3 മാസവും അത്യാവശ്യം നല്ല കമ്പാരിറ്റീവ്ലി ROI കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്നത്. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, മാക്സിമം റിസ്ക് റിവാർഡ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.